ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 28ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പം ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ ഞാൻ. എന്നാലും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെയും ലിയാൻ്റെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന ടൈമൊന്നുമില്ല, എണീക്കണതൊക്കെ ഈ പറഞ്ഞ മാതിരിയാണ്. എന്താ പറയുക, കറക്റ്റ് ടൈമിലൊന്നും അല്ല കേട്ടോ ഇപ്പോൾ എണീക്കുന്നത്. 2 മണിക്കൂർ കൂടുമ്പോൾ എണീക്കും, ഫീഡ് ചെയ്യും അവനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എണീക്കുന്നത്. ഇപ്പോൾ സമയം 9 മണിയായി, ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഫ്രഷ് ആവണം. അങ്ങനെ ഞാൻ നേരെ പോയത് ഫ്രഷ് ആവാനാണ് കേട്ടോ. പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോർണിംഗ് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകും കേട്ടോ. അത് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു റീഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം രാത്രി ഉറങ്ങണില്ല. കാരണം 2 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ എണീക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവനെ എണീക്കുന്നത് കൊണ്ട് നമുക്ക് ഉറക്കമൊക്കെ ഈ പറഞ്ഞ മാതിരിയാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ ഫ്രഷായി കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. എനിക്കറിയില്ല എന്താ പറയുക, കിച്ചണിൽ ഇപ്പോൾ നമ്മൾ കയറാൻ പാടുമോ, നമ്മൾ പണിയെടുക്കാൻ പാടില്ലേ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റാവുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യും. കാരണം ഭാരപ്പെട്ട പണികൾ ഭാരപ്പെട്ട പണി അല്ലാണ്ട് എനിക്ക് പറ്റുന്ന ഇപ്പോൾ ചായ വയ്ക്കുക. കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ കൈ ഒഴിവില്ലാത്ത സമയത്ത് ഞാൻ വേണമെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ. കാരണം അവൻ നന്നായി വാശി പിടിക്കും, മീൻസ് ലിയാൻ നന്നായി വാശി പിടിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ അവനെ എന്താ പറയുക, എടുത്ത് നടന്ന് അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ആട്ടി അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റണില്ല. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ അമ്മയാവും ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ചായ വയ്ക്കും. കാരണം നമുക്ക് മോർണിംഗ് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ചായ ഒക്കെ വെച്ച്, അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക, കഴിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയില്ല ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ദോശയൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കും, അല്ലാത്ത വല്ല സംഭവങ്ങളൊക്കെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഈ ചായ വെക്കും. പിന്നെയുള്ളതൊക്കെ അമ്മ വന്നിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് നോക്കണത് കേട്ടോ. ഞാൻ പഴയ ട്രാക്കിലേക്ക് എത്തി വരണുള്ളൂ കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. നമ്മുടെ ലിയാൻ ഭയങ്കര വാശി പിടിക്കുന്നുണ്ട്, കണ്ടോ? ഒരു മിനിറ്റ്. അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും അവൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ, ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അവൻ 2 മണിക്കൂർ ആകുമ്പോഴേക്കും എണീക്കും കേട്ടോ. എനിക്ക് മനസ്സിലാവണില്ല എന്താണ് അവർ കറക്റ്റ് 2 മണിക്കൂർ കൂടുമ്പോൾ എണീക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ചില സമയങ്ങളാണ്, ഇപ്പം മോർണിംഗ് അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ആ ടൈമിലൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരം, അത്യാവശ്യം നേരം കിടന്നുറങ്ങും കേട്ടോ. നല്ലൊരു ഇതിൽ ഉറങ്ങും. ഇപ്പം അമ്മ പുറത്ത് അവൻ്റെ മുണ്ടുകളൊക്കെ കഴുകാൻ പോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ കരയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്തിട്ട് അവനെ ആട്ടിയിട്ട് ഈ കരച്ചിൽ നിർത്തണം കേട്ടോ. ചില സമയങ്ങളിൽ അവൻ കരച്ചിലേ നിർത്തില്ല. അപ്പോഴാണ് ഞാൻ അമ്മേനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വാശി പിടിച്ചിട്ട് ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അതേ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. വാശിയല്ല, ഇങ്ങനെ ഓരോരോ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ മെല്ലെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലിയാൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വാശി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയണത് ഭയങ്കര ടാസ്ക്കായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് അവൻ്റെ അടുത്ത് മാറി അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇപ്പം നമ്മൾ കുട്ടികളല്ലേ, അപ്പോൾ അവൻ്റെ അടുത്ത് ഇരിക്കണമല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ മുണ്ട് കഴുകിയിടണം, അങ്ങനെ കുറേ ഇപ്പോൾ വീട്ടിലായ കാരണം അറിയാമല്ലോ എല്ലാവർക്കും എന്തോരം ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് കുറേ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ എനിക്ക് പറ്റാവുന്ന ജോലികളൊക്കെ ഞാൻ എടുക്കും കേട്ടോ. പറ്റാവുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാരമായിട്ടുള്ള ജോലികളല്ല, ഞാൻ കിടക്കുന്ന റൂമും കാര്യങ്ങളും ക്ലീൻ ചെയ്തിടും. അതുപോലെ തന്നെ നേരത്തെ കണ്ടില്ലേ, ചായയും കാര്യങ്ങളൊക്കെ ഞാൻ വയ്ക്കും. അറിയില്ല, പണ്ടുള്ളവർ പറയണ കേൾക്കുന്നുണ്ട്, അങ്ങനെ പ്രസവിച്ച പെൺകുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കാലം മാറി, നമ്മൾ അതുപോലെ ചിന്തിക്കണം. അത് വിചാരിച്ചിട്ട് നമ്മൾ ഭാരപ്പെട്ട ജോലി ചെയ്യണം എന്നല്ല കേട്ടോ പറയണത്. നമുക്ക് പറ്റാവുന്ന ജോലി, ഇപ്പോൾ
അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പറ്റില്ലല്ലോ. എല്ലാം കൂടി ആൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വിശേഷവും കാര്യങ്ങളൊക്കെ അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരിക്കലും തോന്നുന്നു 10 മണി ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ തുണികളൊക്കെ കഴുകി വന്നപ്പോഴേക്കും അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ കാലത്ത് എനിക്ക് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ. സാധാരണ ഞങ്ങൾക്കിങ്ങനെ വിശേഷം പറഞ്ഞിരുന്ന് കഴിക്കാനൊന്നും നേരം ഉണ്ടാവാറില്ല. ഒന്നെങ്കിൽ ഞാൻ കഴിക്കുമ്പോൾ അമ്മ അവനെ നോക്കും, അമ്മ കഴിക്കുമ്പോൾ ഞാൻ അവനെ നോക്കും, അങ്ങനെയാണ് കേട്ടോ പതിവ്. ഇന്ന് അവൻ നേരത്തെ കിടന്നതുകൊണ്ട്, മീൻസ് ആ ഒരു ടൈമിൽ കിടന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് വിശേഷം പറഞ്ഞിട്ട് അത് ഞങ്ങൾ പറയുകയും ചെയ്തു കേട്ടോ. ഇന്ന് എന്താണാവോ കുറേ വിശേഷമൊക്കെ പറഞ്ഞിട്ടാലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേന്ന് ഞങ്ങളിങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ മോർണിംഗ് അവന് നമ്മൾ വിറ്റാമിൻ്റെ മരുന്നുണ്ട് കേട്ടോ, സിങ്കോവിറ്റ് മരുന്നുണ്ട്. അത് നമ്മൾ മോർണിംഗ് ഒരു 7 മണിയാകുമ്പോൾ കൊടുക്കും കേട്ടോ. ഞാൻ അലാം വെക്കും, അലാം വെച്ചിട്ട് ഞാൻ എണീക്കുക കേട്ടോ ഒരു 7 മണിക്ക്. ചില സമയങ്ങളിൽ അവൻ ഉറങ്ങായിരിക്കും, എന്നാലും ഞാൻ എണീപ്പിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞു. കാലത്തത്തെ ഇൻട്രോ എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതതിൻ്റെ ഇടയിൽ അവൻ ഫുൾ വാശി പിടിച്ചിട്ട് അവൻ എണീറ്റ് എന്താ പറയുക, നമ്മൾ കാലത്തത്തെ വെയിൽ കൊള്ളിക്കില്ലേ, അപ്പം അതിൻ്റെ ഒരു ചെറിയ വെയിൽ കൊള്ളിച്ചതിൻ്റെ ഒരു ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ നോട്ടോ. അതാണ് പിന്നെ എനിക്ക് എന്താ പറയുക ഇൻട്രോ എനിക്ക് മൊത്തമായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പറയാം, നമുക്ക് മോർണിംഗ് മരുന്ന് കൊടുക്കാനുണ്ട്, വിറ്റാമിൻ്റെ മരുന്ന് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ, സിങ്കോവേറ്റ് കൊടുക്കാനുണ്ട്. ഒരു കൃത്യ ടൈമിൽ നമ്മൾ കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്യുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇന്നൊരു ദിവസം 7 മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നാളെ ചിലപ്പോൾ അതൊരു 7 മണിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അതൊരു 7:45 ഇപ്പോൾ ഇന്നത്തെ ഒരു ഡേ പോലെ ആയിരിക്കില്ല നാളെ ചിലപ്പോൾ വേറൊരു പോലെ ആയിരിക്കും. പക്ഷെ മാക്സിമം ഞാൻ എണീക്കാൻ നോക്കും, അവന് മരുന്ന് കൊടുക്കാൻ നോക്കും. ഞാൻ എണീക്കാണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനൊരു 6:30 ചിലപ്പോൾ ഫീഡ് ചെയ്തിട്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ അവൻ ഉറക്കത്തിലാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഉറക്കത്തിൽ നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുപ്പി കളയുന്നല്ലാണ്ട് നമ്മൾ ആ ഒരു മരുന്ന് ഉള്ളിലേക്ക് ചെല്ലില്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, പിന്നെ അവൻ എപ്പോഴും എണീക്കുന്നത്, അപ്പോൾ ആ എണീക്കുന്ന ടൈമിലാവും നമ്മൾ മരുന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫീഡ് ചെയ്യും. എന്തായാലും നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബിഫോർ ഫീഡിങ് ആഫ്റ്റർ ഫീഡിങ്ങും നമുക്ക് നോക്കേണ്ട ചില മരുന്നുകൾ ഉണ്ടല്ലോ, ആഫ്റ്റർ ഫീഡിങ്ങും അതുപോലെ തന്നെ ബിഫോർ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ബിഫോറും ആഫ്റ്ററും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മളൊരു 2 മണിക്കൂർ കൂടുമ്പോൾ എന്തായാലും നമ്മൾ ഫീഡ് ചെയ്യുന്നതായതുകൊണ്ട് കേട്ടോ. ഉറക്കക്കുറവ്, ഭയങ്കരമായിട്ട് ഉറക്കക്കുറവുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല, തീരെ ഉറക്കമില്ല എനിക്ക്. എല്ലാ പിള്ളേരുള്ള അമ്മമാർക്കും അങ്ങനെയായിരിക്കും, ഉറക്കമൊന്നും ഉണ്ടാവില്ല. പുലർച്ചെയാണ് കേട്ടോ. കാലത്തൊക്കെ അവനെ കറക്റ്റായിട്ട് അവൻ കിടന്നുറങ്ങും. ഒരു എന്താ പറയുക 12 മണി വരെയൊക്കെ അവനെ നല്ല പോലെ കിടന്നുറങ്ങും. ഒരു 1 മണി തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ വാശി അങ്ങോട്ട് തുടങ്ങി ഒരു 4 മണി 5 മണി ഒക്കെ ആവണ വരെ അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. ചില ദിവസങ്ങൾ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ അങ്ങനെയായിരിക്കും. ബാക്കി എന്താ പറയുക 3 ദിവസമൊക്കെ ആയിരിക്കും അവൻ കറക്റ്റായിട്ട് കിടന്നുറങ്ങുക. ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം നമ്മൾ ഇതാക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇപ്പോൾ എന്താ പറയുക പണ്ടത്തെ പോലെ എന്ത് കാണിക്കും, എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എന്ത് ചെയ്യും എന്നെനിക്കില്ല. കാരണം ഞാൻ വെറുതെ ഇരിക്കുകയാണ്. എന്താ പറയുക പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അവനിപ്പോൾ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മരുന്നും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കത്തിലാണ് ആൾ. കാണിച്ചു തരാം. ഉറങ്ങുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഉറങ്ങുമ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ എണീക്കുമ്പോഴാണ് ആളുടെ ശരിക്കുള്ള ഒരു രൂപം നമ്മൾ കാണുക. ഓക്കെ, ഞാൻ കുറേ നാളെ Q&A ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കൂ, നമുക്കൊരു Q&A സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്താണ് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു Q&A എല്ലാവരും ചോദിക്കും കേട്ടോ, എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന്. അപ്പോൾ ഞാനൊരു Q&A സെക്ഷനായിട്ട് വരാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്, അതിന് എഫേർട്ട് എടുത്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ പോലും എനിക്ക് അവൻ്റെ വാശി, ചില സമയങ്ങളിൽ വാശി കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ആവില്ല നോക്കുക, നമ്മൾ ആ കുട്ടീനെ ആവും നോക്കാട്ടോ. അതാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഡെലിവറി സ്റ്റോറി അതല്ലാണ്ട് വേറെ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതേ ഒരു 10-10:30 ആകുമ്പോഴേക്കും അവനെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കുക. അപ്പോൾ അമ്മയും അമ്മാമ്മയും ഉണ്ട് അവിടെ, കുളിപ്പിക്കുന്നുണ്ട്. ഞാനപ്പോൾ അവനെ ബാക്കിയുള്ള സാധനങ്ങൾ, പൗഡർ അതുപോലെ തന്നെ കൺമഷി സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പൊക്കിളിലിടുന്ന പൊടി ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്താ പറയുക, അത് റെഡിയാക്കിയിട്ട് അവനെ ഇടിയിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം അമ്മാമ്മ അപ്പോഴേക്കും എന്നോട് തോർത്ത് ചോദിച്ചപ്പോൾ ഞാൻ തോർത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം ഞാൻ അത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെന്താ, അവനുള്ള ഉടുപ്പും കൈമിടുന്ന സാധനവും മുണ്ടും സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് അവനെ റെഡിയാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാനാണ് പോണത് കേട്ടോ. സാധാരണ ഞാൻ ഇവൻ കുളിക്കണേക്ക് മുന്നേ ഞാൻ കുളിക്കാറുണ്ട്. ഇന്ന് ടൈം തെറ്റി, ഞാൻ പറഞ്ഞില്ല ഓരോ ദിവസം നമുക്ക് ഓരോ പോലെയാണ്. അപ്പം ഞാൻ തലയിൽ എണ്ണ നന്നായി തേച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഞാൻ എണ്ണ ഇന്നാണ് കേട്ടോ നന്നായി തേക്കുന്നത്. അങ്ങനെ ഞാൻ ഇവൻ്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവനെ കുറച്ച് ഫീഡ് ചെയ്തു. പാല് കൊടുത്ത് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് അവൻ വാശി പിടിക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോണത്. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അവനെ ഞാൻ പറഞ്ഞല്ലോ, അവനെ ചെറുതായിട്ട് പനിയും ജലദോഷം ആയതുകൊണ്ട് എന്താ പറയുക, എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനും തലയിലൊക്കെ എണ്ണ തേച്ചിട്ട് ഞാൻ കുളിക്കുന്നത്. ഞാൻ വണ്ണം വെച്ചോ ഗൈസ്? ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട്, അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അവനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീഡ് ചെയ്തിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ച്, ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പറയില്ലേ, ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഞാൻ അവനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. എൻ്റെ കുളിയും കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എന്താ പറയുക, കൺമഷി സംഭവങ്ങൾ, അവന് പിരികം മാത്രമേ എഴുതി കൊടുക്കണുള്ളൂ കേട്ടോ. കണ്ണിൽ ഞാൻ ഈ ഒരു ഇത് തേക്കുന്നില്ല. പിരികം ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്, 2 പിരികം. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നെറ്റിമേയും കവിളത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് എഴുതി കൊടുത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സെബാമെഡിൻ്റെ പൗഡറാട്ടോ യൂസ് ചെയ്യുന്നത്. അത് ചേട്ടൻ വരുമ്പോൾ, മീൻസ് ചേട്ടൻ അവിടെ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. വരുമ്പോൾ കൊടുത്തയച്ചതാണ്. പിന്നെന്താ, നല്ല കട്ടിക്കാണ് ഞാൻ എഴുതി കൊടുക്കണത് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതുപോലെ ഇത്ര കട്ടിക്ക് എഴുതണ്ടടി, പിന്നെന്താ പറയുക, ഭയങ്കര ഇതായിട്ട് എഴുതിയാൽ മതി, കട്ടിക്ക് എഴുതി കൊടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ്റെ കൺമഷി എഴുതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉച്ചത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ഭയങ്കര സ്പീഡിലാണ് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് പിന്നെ അവൻ പിന്നെ കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം കിടന്നുറങ്ങി കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോഴോ അവൻ പിന്നെ കരഞ്ഞ് എണീറ്റു. അപ്പോൾ ഫീഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവന് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ജലദോഷത്തിൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല, അവന് ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 5 ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലത്ത് ഒരു 8:45 കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ 6 മണിക്കൂർ ഇടവിട്ടിട്ടാണല്ലോ കൊടുക്കേണ്ടത്. അപ്പം ഒരു 2:45 കൊടുക്കേണ്ടത്. പക്ഷെ അവൻ എണീക്കാത്ത കാരണം നമ്മൾ ആ ഒരു ടൈമിൽ കുറച്ച് പാല് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് അവൻ കരഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവൻ കഴിക്കില്ല, മീൻസ് ഇറക്കില്ല, നേരെ തുപ്പ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് പാല് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മരുന്ന് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. എല്ലാ അടവുകളും പയറ്റണം അവൻ്റെ അടുത്ത്. ഇപ്പോൾ ടൈം ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. 5 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കണം. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താണ്, ചക്കരക്കിഴങ്ങാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താ പറയാൻ നോക്ക്, മറ്റേ മധുരമുള്ള ഒരു കിഴങ്ങുണ്ടല്ലോ, ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഒക്കെയാണ് ഇങ്ങനെ ഇവിടെ പറയാം. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്തോളൂ. അതാണ് ഇന്ന് ഇവിടെ ഉച്ചതിരിഞ്ഞിട്ട് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ചെക്കൻ നല്ല ഉറക്കാണ് കേട്ടോ.
ദേ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ മറ്റേ കിഴങ്ങ് എന്താ പറയുക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അമ്മ എന്നോട് പറഞ്ഞു അതൊന്ന് തുറന്ന് നോക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ടത് തുറന്ന് നോക്കുകയാണ് കേട്ടോ വെന്തിട്ടുണ്ടോ. അപ്പോൾ മറ്റേ പപ്പടത്തിൻ്റെ കോലുണ്ടല്ലോ അത് വെച്ചിട്ട് നോക്കി നോക്കുക വെന്തുണ്ടോ, കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കുക എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. തിങ്കൾ കിനാവിനെ തോളത്തെടുത്തിട്ട് തങ്കക്കലാവാനെ കൊണ്ടുതരും ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ നിന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ള പൂക്കാലം. അങ്ങനെ ദേ കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ പിന്നെയും വാശി പിടിച്ചു കേട്ടോ. വാശി പിടിച്ചു. അപ്പം ഞാൻ പിന്നെ മെല്ലെ അവനെടുത്ത് നടക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ എടുത്ത് മീൻസ് ഇങ്ങനെ തോളത്ത് കിടത്തുമ്പോഴാണ് അവൻ കുറേ നേരം ഇങ്ങനെ കിടക്കുള്ളൂ. എന്താ പറയുക മലർത്തി പിടിച്ച് ഈ എന്താ പറയുക നടക്കുമ്പോൾ അവനത് ഇഷ്ടമില്ല. കൂടുതലും ഇങ്ങനെ തോളത്ത് കിടക്കാനാണ് കേട്ടോ അവനിഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ആട്ടി കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഭയങ്കര ചൂട് കൂടുതലുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ കുട്ടിക്ക്, ഭയങ്കര ചൂടുണ്ട്. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദേ നെക്സ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫിലെ ഒരു വലിയൊരു പണിയുള്ള വലിയ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം, തുണി മടക്കൽ എൻ്റെയും അമ്മയുടെ ഒന്നും അധികം ഉണ്ടാവില്ല, ഉണ്ണിയുടെയാണ് കുറേ ഉണ്ടാവുക കേട്ടോ. ഈ തുണികളാണ് നമ്മൾ അവനെ കെട്ടി കൊടുക്കുന്നുണ്ടല്ലോ, ആ തുണികൾ അത്യാവശ്യത്തിന് ഉണ്ടാവും. നമുക്കധികം സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളൊരു സ്റ്റാൻഡ് മേടിച്ച് നേരത്തെ കാണിച്ചില്ലേ, ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുള്ള കാരണം നൈറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാം. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് ചിലപ്പോൾ ഞങ്ങൾ മടക്കിയൊന്നും വെക്കില്ല, നമ്മൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുത്ത് നമ്മൾ അവനെ കെട്ടി കൊടുക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് അവൻ ഉണങ്ങാത്ത സമയം വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വെക്കണതൊന്നും നോക്കണ്ട കേട്ടോ, പെടപെടേ എന്നിട്ട് തീരും കേട്ടോ സംഭവം. തുണിയൊന്നും നോക്കണ്ട, മിനിറ്റിലും ഉണ്ണി ചോദിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് വേഗം വേഗം തീരും. അപ്പോൾ അത്യാവശ്യം തുണികളുണ്ട്. ഇതിലിപ്പോൾ എൻ്റെയും അവൻ്റെയും മാത്രം തുണികളുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ തുണി മടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചെയ്യാം, ബാക്കിയുള്ള പണികൾ അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെയിലി ഇതൊരു ഞാൻ ഡെയിലി ചെയ്യുന്നൊരു സംഭവം കേട്ടോ തുണി മടക്കുന്നത്. അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതേ ഉണ്ണീനെ ഞാൻ അപ്പുറത്തേക്ക് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അവനെ ഫീഡ് ചെയ്തിട്ടൊന്നുമില്ല, അവൻ വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞപ്പോൾ ഞാൻ അവനെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുത്തിട്ട് അവനൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അവനോടൊക്കെ എടുക്കണ്ടേ, സോഫയിലാണ് കിടക്കുന്നത്. അവർക്ക് ഇഷ്ടം പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര ബോറായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് ഈ ഒരു ടൈമിൽ ഇപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഒരു രസമില്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ഓർഡർ ഇല്ലാണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ, നമുക്ക് ഇനിയും മെച്ചപ്പെടുത്താം. പിന്നെ കുറേ പേര് പറഞ്ഞു വീഡിയോന് ക്ലാരിറ്റി കുറവുണ്ടെന്ന്. എന്തായാലും വഴിയെ നമ്മൾ നല്ല ഫോൺ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല, ആണ് പോണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ബട്ടൻ്റെ അവിടുത്തെ ബെല്ലൈക്കണോ അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ.